നമസ്കാരം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഈ ഹോർമോൺ ഇംബാലൻസിനെ പറ്റിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ആഹാര രീതി, ജീവിത രീതി ഇതെല്ലാം വന്നിട്ട് എല്ലാ ഹോർമോൺസ് ഇംബാലൻസ് ഉണ്ട്. ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ കോൾഡ് ടു ക്യാൻസർ വരെയും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഉദാഹരണത്തിന് ഇതെല്ലാം ഇപ്പോഴത്തെ എല്ലാം നല്ല ഹോർമോണൈസ്ഡ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അത് വെജിറ്റബിൾ ആയാലും നോൺ വെജ് ആയിക്കഴിഞ്ഞാലും. ഇപ്പോൾ ഒരാളുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവൻ ഏത് ഫുഡ് കഴിക്കുന്നു, ഏത് ഡ്രിങ്ക്സ് കഴിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് നമുക്ക് മീറ്റ് ഈറ്റേഴ്സിനെ എടുക്കാം. അവർ പെട്ടെന്ന് വയലൻ്റ് ആവും, സൗമ്യതയില്ല, പിന്നെ ഒരു ആനിമൽസിനെ പോലെ തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരാൾ പന്നിയിറച്ചി ഉപയോഗിക്കുന്നിരുന്നോട്ടെ, ഒരു ഉദാഹരണം ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ ലുക്ക് ലൈക്ക് പന്നി, പിഗ് പോലെ ഇരിക്കും. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, പിന്നെ ആക്ട് ലൈക്ക് പിഗ്. ആ പന്നി എന്തെല്ലാം സ്വഭാവം കാണിക്കും അതെല്ലാം അവനും കാണിക്കും. അതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ ശരീരത്തിൽ കൂടുതൽ ഹ്യൂമൻ ഹോർമോൺ അല്ല, പന്നിയുടെ ഹോർമോണായിട്ട് മാറും. അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ആയിക്കഴിഞ്ഞ് അവൻ മാനസിക രോഗം വരെയും വരാം. അപ്പം ഈ ഹോർമോൺ ഇംബാലൻസ് നിസ്സാരക്കാരനല്ല. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളെ നോക്കിയാൽ മാത്രം മതി. ഈ കുട്ടികൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് ഫാസ്റ്റ് ഫുഡാണ്. അതിനകത്തെല്ലാം ചീന മാംസവും മത്സ്യവും എല്ലാം ചേർത്താണ് ഇതവരുണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ എന്തായിരുന്നു പല നോൺ വെജ് ഫുഡുകളും നമുക്ക് ഈ മാർക്കറ്റിൽ കാണാം. കുട്ടികൾക്കും അത് തന്നെ ആവശ്യമുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് തന്നെ പല കുട്ടികളും വരാറുണ്ട്. 5 വയസ്സ് തൊട്ടുള്ള പെൺകുട്ടികൾ പ്രായമായി തുടങ്ങിയിരിക്കുന്നു. 5നും 10നും ഇടയ്ക്കാണ് ഇപ്പോൾ കൂടുതലും കുട്ടികൾ പ്രായമാവും. അതിൻ്റെ കാരണം എന്താണ്? മറ്റേതെന്ന് പറഞ്ഞാൽ 12നും 15നും ഇടയ്ക്കുള്ളതായിരുന്നു. അന്ന് ഒരു നാച്ചുറൽ ഫുഡാണ് കഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും അവർക്ക് ഹോർമോൺ ഇംബാലൻസ് വരും. എന്താണ്? ഇതിനകത്ത് ഗ്രോത്ത് ഹോർമോൺ, പിന്നെ ഈസ്ട്രജൻ പ്രൊജസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണിൻ്റെ ഹോർമോൺ, പിന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ആണുങ്ങളുടെ ഹോർമോണും വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മിക്സർ ആകുമ്പോഴത്തേക്ക് ഈ കുട്ടികളെല്ലാം ഒരു ആണും പെണ്ണും കെട്ട രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ടോളറൻസ് ഇല്ല. കുട്ടികൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഈ ജങ്ക് ഫുഡുകൾ, അതിനകത്ത് ഇപ്പോൾ എല്ലാ ഹോർമോൺസ് അവർ ചേർക്കും. കാരണം സിന്തറ്റിക്കായിട്ടുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട് ഈ സിന്തറ്റിക്കായിട്ടുള്ള ടേസ്റ്റാണ് ചേർക്കുന്നത്. ഇപ്പോൾ വനില നാച്ചുറലായിട്ടുള്ള വനിലയാണ്, അത് വെജിറ്റേറിയനാണ്. അതിന് പകരം സിന്തറ്റിക്കായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും എല്ലാം കിട്ടും. പക്ഷേ ദാറ്റ് ഈസ് പോയ്സൺ. ഇപ്പോൾ അജിനോമോട്ടോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ബ്രെയിനിൻ്റെ സമനില തെറ്റിക്കും. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം കുട്ടിക്കാലം തൊട്ടേ ആങ്സൈറ്റി, ഡിപ്രഷൻ, വറി, ഹൈപ്പർ ആക്റ്റീവ് ഇതെല്ലാം കുട്ടികൾ തുടങ്ങും. പിന്നെ ഈ പെൺകുട്ടികൾക്ക് അവരുടെ ഇപ്പോൾ ഡിഫറെൻറ്റ് പാർട്ടിൽ രോമം ഇല്ലാത്ത കുട്ടികൾക്ക് രോമം ഉണ്ടാവുക, ആൺകുട്ടികൾക്ക് ബ്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ബ്രസ്റ്റ് കൂടി വരിക, ഇതെല്ലാം ഹോർമോൺസിൻ്റെ ദോഷവശങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കനില്ലാത്ത ഒരു പരിപാടിയും കേരളീയർക്കില്ല. തമിഴ്നാടാണ് ചിക്കൻ ഉണ്ടാക്കുന്നതെങ്കിൽ തന്നെയും അവർ കൂടുതലും വെജിറ്റേറിയൻസാണ് ഇപ്പോഴും. ഈ കേരളത്തിൽ അത്രയും ഈ മീറ്റ് ഈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ് നമ്മൾ കഴിക്കുന്നത്. വേറെ ലോകത്തൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഈവൻ അമേരിക്കയെ പോലെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ തന്നെ അവർ എല്ലാത്തിനും ഒരു കൺട്രോളുണ്ട്. ഇവിടെ യാതൊരു കൺട്രോളും ഒന്നിനുമില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം ലാഭത്തിന് വേണ്ടിയിട്ട് ഇറച്ചിയിൽ ഒരു എല്ലാ മായങ്ങളും ചേർക്കും. ഉദാഹരണം ആട്ടിൻ്റെ മാംസത്തിന് പകരം കൊടുക്കുന്നത് പട്ടിയുടെ മാംസമാണ്. പക്ഷേ മാംസം ഉപയോഗിക്കുന്നത് പട്ടി ആടുമല്ല ഒരുപോലെ തന്നെ. ഇപ്പോൾ ഉദാഹരണം ചൈനീസിനെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ചൈനക്കാർ കൂടുതലും വെജിറ്റേറിയനാണ്. പക്ഷേ ആ കാര്യം നമുക്കറിയാം. നമ്മൾ ഇത് മീറ്റ് ഈറ്റേഴ്സിന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇത്രയും പറഞ്ഞു വന്നിട്ടുള്ളത്, നമ്മൾ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ഈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് ബ്രോയിലർ ചിക്കൻ. അതിന്
ഈ കുട്ടിക്കാലം തൊട്ട് മുട്ട അടവെച്ച് വിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഇതിനെ 24 മണിക്കൂറും അതിന് ഫീഡ് ചെയ്യും. അത് ഫീഡ് ചെയ്യുന്നത് എന്താണ്? ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ഹോർമോണൈസ്ഡ്, പിന്നെ മറ്റ് മൃഗങ്ങളുടെ കൊഴുപ്പുകൾ, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. എന്നിട്ടിത് ഈ ഉറങ്ങാനേ സമ്മതിക്കില്ല. രാത്രിയും പകലും ലൈറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ടിത് ഫീഡ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ സ്പാൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ദിവസമേ ഉള്ളൂ. ഈ 45 ദിവസം ഇതിനെ കശാപ്പ് ചെയ്തില്ല, കൊന്നില്ലെങ്കിൽ ഇത് വീണ്ടും അതിൻ്റെ ഇറച്ചി എല്ലാവരും നാര് പോലായി ഉപയോഗിക്കാൻ കൊള്ളാതായി ഇത് മരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഹോർമോൺ, ഇത്രയും ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് നമ്മൾ ആവശ്യത്തിലധികം വില കൊടുത്ത് വാങ്ങിച്ച് നമുക്ക്, അതായത് കോൾഡ് ടു ക്യാൻസർ, എല്ലാ രോഗങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ നൺ വെജി നെവർ ഡൈജസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഒരിക്കലും ഹ്യൂമൻ ബോഡി ഡൈജസ്റ്റ് ചെയ്യില്ല. കാരണം പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഇനി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ദഹനേന്ദ്രിയത്തിന് പിന്നെ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും മാത്രം ദഹിപ്പിക്കാനുള്ള ശക്തി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോക്ടേഴ്സിനും കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ലോകത്ത് ഒരു മെഡിക്കൽ കോളേജിലും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. ഒരു മെഡിക്കൽ കോളേജ്, ഞാൻ പല മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന രസം, അതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് പറയുന്നത്, അത് വളരെ ലോലമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതേസമയം ഇപ്പോൾ നൺ മീറ്റേഴ്സ് ആനിമൽസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പട്ടി, പൂച്ച, സിംഹം, പിന്നെ പുലി, ഇതെല്ലാം നോൺ വെജിയാണ്. ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. അതായത് ഹ്യൂമനേക്കായി 20 ടൈംസ് പവർഫുൾ ദാൻ അവേഴ്സ്. നമ്മളേക്കായി 20 മടങ്ങ് ശക്തിയാണ് അവൻ്റെ. അപ്പോൾ അവനിത് അസിറ്റീസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് അവിടെ കൊണ്ടും തീർന്നില്ല. ഈ ബേഡ്സിൻ്റെ ആണെങ്കിൽ 50 to 100 ടൈംസ് പവർഫുൾ ദാൻ അവേഴ്സ്. 50 തൊട്ട് 100% വരെയാണ് അവൻ്റെ ശക്തി. ഇപ്പോൾ ഉദാഹരണം പക്ഷികൾ ഈ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ധാന്യങ്ങളല്ലേ കഴിക്കുന്നത്, അരി, ഗോതമ്പ്, കടല, പയറെല്ലാം ഓരോന്നും ചെയ്യുന്നത്. അവർ കഴിച്ചിട്ട് കഴിഞ്ഞ് അവർ ദഹിക്കും. കാരണം എന്ന് പറയാം, നമ്മളെയൊക്കെ 50% തൊട്ട് 100% വരെയാണ് അവൻ്റെ ദഹന രസത്തിൻ്റെ പവർ. എന്ന് പറയാൻ ഹൈഡ്രോക്ലോറിക് ആസിഡാണത്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഈ പിന്നെ ഏതെങ്കിലും ഇരുമ്പുള്ള സാധനം കാറിൻ്റെ മുകളിൽ കാക്ക കഷ്ടിച്ച് കഴിഞ്ഞാൽ അവിടെ പൊള്ളി ഇളഞ്ഞ് പോവും. കാരണം എന്ന് പറയാൻ ആസിഡാണത്. അപ്പോൾ കഴിക്കേണ്ടത് നമ്മുടെ മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദഹിക്കാൻ പോകുന്നില്ല. അതുപോലെ നമ്മുടെ ഈ കാണുന്ന കുടവേർ, മുഴുക്ക എല്ലാം ഫീസസാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം മലമാണ്. ഈ മലം പോകുന്നതേ ഇല്ല, കെട്ടിക്കിടന്നിട്ട് എല്ലാ രോഗങ്ങളും ഉണ്ടാവും. ആസ്മ, അലർജി എന്ന് പറഞ്ഞാൽ സിവിയറുള്ള ശ്വാസം മുട്ട്, പിന്നെ ക്യാൻസർ വരെ നമുക്കുണ്ടാവും. ഈ ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാ ശരീരത്തിലും ഉള്ളതാണ്. അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. പിന്നെ അതുപോലെ പിന്നെ ഇപ്പോഴത്തെ വെജിറ്റബിൾസ് അതുപോലെയാണ്. അതിനും ഹോർമോണൈസ്ഡ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഈ നമുക്ക് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്, അത് നമുക്ക് വിശ്വസിക്കാനൊക്കില്ല. എൻഡോസൾഫാൻ പോലുള്ള സാധനങ്ങളല്ലേ അടിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത്. തമിഴ്നാട്ടിലെ എൻഡോസൾഫാൻ പോലുള്ള പിന്നെ ഇഞ്ചൂറിയസ് ആയിട്ടുള്ള അടിച്ചിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് ടൊമാറ്റോയുടെ ടേസ്റ്റൊന്നുമില്ല, സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. പിന്നെ ടൊമാറ്റോ ആണെന്ന് പറഞ്ഞാൽ കഴിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈ ആഹാരത്തിൻ്റെ കുഴപ്പമാണ്. ഇതിനെല്ലാം ഹോർമോണൈസ്ഡ് ഉണ്ട്. വെജിറ്റബിൾസിലും ഉണ്ട്, നോൺ വെജിയും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ അമിതമായിട്ടുള്ള വളർച്ച, അത് ആൺകുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായിട്ടുള്ള ബ്രസ്റ്റ് കൂടുതലായിട്ട് വരാം. പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഈ പിന്നെ ഈ ഉൽപ്പാദന ശക്തി വളരെ കുറവാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് തന്നെ ഉൽപ്പാദന ശക്തി കുറവ്, ആണിനും പെണ്ണിനും. അതുപോലെ അവർക്ക് സെക്ഷൽ പിന്നെ ഡിസയറും വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, അവരെ ഭരിക്കുന്നത് ഹോർമോണാണ്. പിന്നെ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണ സംവിധാനമാണ്. ഇതൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്, വലിയൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്, പോളിറ്റിക്സ് ആൻഡ് മെഡിസിൻ. എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനം നിയന്ത്രിക്കേണ്ടതാണ് പൊളിറ്റിക്സ് വരും. അത് പൊളിറ്റിക്സ് ഈസ് കൺട്രോളിങ് ദി എവറിത്തിങ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ പോളിസി ഒരു നാസ്റ്റി ആൻഡ് വേഴ്സ് പോളിറ്റിക്സാണ്. എനി ഫൂൾ ക്യാൻ ബിക്കം ദ മിനിസ്റ്റർ. ഏത് മണ്ടനും മണ്ടന്മാർക്കേ മന്ത്രിയാവാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ എല്ലാ സ്റ്റേറ്റിലായാലും, നമ്മൾ ഒരു സ്റ്റേറ്റ് പറഞ്ഞിട്ട് എല്ലാ സ്റ്റേറ്റിലായാലും സെൻട്രലായാലും എല്ലാം കണക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ്
എത്ര മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ന്യൂട്രീഷനെ പറ്റി അറിയാവുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ പറ്റി തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. നാച്ചുറലായിട്ടുള്ള അഗ്രികൾച്ചർ, അതായത് നമ്മൾ ഓർഗാനിക് കൾച്ചർ എന്ന് പറയാം. അതിനെപ്പറ്റിയൊന്നുമില്ല. അതിനെപ്പറ്റിയുള്ള അത് ഒരു എക്സ്പെർട്ടും ഇല്ലാത്ത ആളുകളാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ ചെയ്യുന്നതും എക്സ്പെർട്ട് ഡിസിഷൻ എടുക്കുന്നതും. പക്ഷേ എൻ്റെ ഡിഫറൻ്റാണ് ഡെവലപ്പ് കൺട്രീസ്. നമുക്കൊരിക്കലും ഇന്ത്യ ഒരു ഡെവലപ്പ് കൺട്രീസിനൂടെ കൂട്ടാനൊക്കത്തില്ല. പക്ഷെ നമ്മൾ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്പ് കൺട്രീസിൻ്റെ അത്രയും തന്നെ വന്നിട്ടുണ്ട്. അത് ഈ IT ഫീൽഡ്. ബാക്കി അഗ്രികൾച്ചർ ഫീൽഡും ആരോഗ്യം എല്ലാം വളരെ വളരെ പൂറാണ്. ലോകത്തിലേക്ക് ഏറ്റവും പൂറായിട്ടുള്ള ആരോഗ്യം ആഫ്രിക്ക കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഴ്സായിട്ടുള്ള കേരളമാണ്. ഈ ഉള്ള രോഗം പിടിച്ച സക്കേറെ രോഗം പിടിച്ച് ആടുമാടുകളെ അത്രയും ഈ കഴിച്ചു തീർക്കുന്നത് കേരളീയരാണ്. ഈ തമിഴ്നാട്ടിൽ അവർ മരിച്ചതിനെ വരെയും കൊണ്ടുവരും. അതാണ് ഹോട്ടലിൽ അവർ കൊടുക്കുന്നത്. പിന്നെ മായത്തിന് എല്ലാ ഇറച്ചിയിൽ എന്ത് മായം വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഹ്യൂമൻ ബോഡി കറി വെച്ച് കഴിഞ്ഞാൽ അറിയാൻ ഒക്കത്തില്ല. നേരത്തെ ഒരു പട്ടിയുടെ കാര്യം, പട്ടി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറവുശാലയിൽ ആട്ടിൻ്റെ ഒരു തല വെച്ചിട്ട് പട്ടിയെ തൂക്കും. രണ്ട് കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ആട്ടിന് 4 കുളമ്പ് ഇവിടെ വെച്ചേക്കും. ഇത് വേറെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ ഹോട്ടലുകൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ അവർ വീണ്ടും തുറക്കും. അതിൻ്റെ ശിക്ഷ വളരെ കുറവാണ്. ഇതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയിൽ മായം ചേർത്തു, അത്രയേ ഉള്ളൂ. ചില പഴയതൊക്കെ ആയിരിക്കും, എത്ര വേണമെങ്കിലും ചേർക്കാം. അതേസമയം ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവപര്യന്തം അവൻ ജയിലിൽ കിടക്കും. കാരണം അവിടെ അമേരിക്കയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേര് FDA എന്ന് പറയും, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അവരുടെ ലൈസൻസ് ഇല്ലാതെ ഒരു പ്രോഡക്റ്റും അവിടെ വിൽക്കാനൊക്കത്തില്ല. എല്ലാ പ്രോഡക്റ്റും നോക്കും. ഇന്ത്യയിൽ ഏത് പ്രോഡക്റ്റ് എവിടെ വേണമെങ്കിലും സ്വന്തമായിട്ട് തന്നെ കിട്ടും, ചെയ്യുകയും ചെയ്യാം. അതിപ്പോൾ മെഡിക്കൽ മാനുഫാക്ചറിങ് തന്നെ അതുപോലെ തന്നെ നടത്താം. ആരും ഇതിനെ കൺട്രോൾ ചെയ്യാനില്ല. ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. പിന്നെ എല്ലാവിധ ശാരീരിക മാനസിക രോഗങ്ങൾക്കും മോസ്റ്റ് മോഡേണായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, വെരി ഏൻഷ്യൻറ്റും മോസ്റ്റ് മോഡേണായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേക്കെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം. ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.